ഭൂമി ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ സഞ്ജുവും അച്ചുവും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയിലായിരുന്നു അവൾ. സാധാരണ എന്തെങ്കിലും പറഞ്ഞ് മുത്തശ്ശി അടുത്തു വന്നിരിക്കാറുള്ളതാണ്. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മുത്തശ്ശി അച്ചുവിന്റെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന് ഭൂമി ചിന്തിച്ചു. ഇടയ്ക്ക് ഹാളിലിരിക്കുന്ന അഗ്നിയിലേക്ക് അവളുടെ കണ്ണുകൾ പോകുന്നുണ്ട്. സാധാരണ കണ്ണിനേക്കാൾ ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് സംശയത്തോടെ ഇടയ്ക്ക് അവൾ നോക്കും. സഞ്ജുവും അച്ചുവും ഒക്കെ വന്നതിന് ശേഷം പോകാമെന്ന് കരുതി പതുക്കെയാണ് ഭൂമി ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞതും കോളിംഗ് ബെൽ ശബ്ദം കേട്ട് മുത്തശ്ശി അഗ്നിയെന്ന് നോക്കി. അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ചു. ഗൗരവത്തോടെ വാതിലേക്ക് നോക്കുന്നുണ്ട്. മുത്തശ്ശി ഡോർ തുറന്നു കൊടുത്തതും അവശയായി സഞ്ജുവിനെ തോളിലൂടെ കിടക്കുന്ന അച്ചുവിനെ പിടിച്ചുകൂട്ടി അവൻ ഒരു പരുങ്ങലോടെ അകത്തേക്ക് കയറി. ആരെയും നോക്കാൻ പറ്റാതെ മുഖം കുനിച്ചു നിൽക്കുകയാണ് അച്ചു. ഇടയ്ക്കിടയ്ക്ക് അവൾ നിന്നും കരച്ചിൽ ചീലുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. റൂമിലേക്ക് പോകാൻ പറ്റേ, നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എല്ലാരെയും ഒന്ന് നോക്കി അച്ചുവിനെയും കൊണ്ട് റൂമിലേക്ക് കയറാൻ നിന്ന സഞ്ജുവിനെ തടഞ്ഞിട്ട് അഗ്നി ശബ്ദം അവിടെ ഉയർന്നതും അച്ചു പേടിയുടെ സഞ്ജുവിനെ ഒന്ന് നോക്കി. അത് കണ്ടും അവനൊന്നുമില്ലെന്ന രീതിയിൽ കണ്ണ് ചിമ്മി കാണിച്ചു. അവിടെ നടക്കുന്ന ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ഭൂമിയും അടുക്കളയുടെ ഡോറിനരികിൽ വന്നു നിന്നു. അപ്പോഴെല്ലാം അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നിയിരുന്നു. ഈ അവസരം മുതലാക്കി സഞ്ജു എന്തായാലും അച്ചുവിനെ സ്വീകരിക്കാൻ അഗ്നിയോട് പറയുമെന്ന് അവൾ തീർച്ചപ്പെടുത്തി. അതിന് മറുപടി അഗ്നി എന്തു പറയുമെന്നറിയാനായിരുന്നു അവൾക്ക് തിടുക്കം. എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അഗ്നിയേട്ടാ, ഞാൻ എന്തോരം ഇഷ്ടപ്പെട്ടതാണ്. എന്നെ കാണാൻ ആരും ഉണ്ടായില്ല. സഞ്ജുവിൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അച്ചു ഒന്ന് തേങ്ങിയതും സഞ്ജുവുള്ള മുതുകിൽ പതിയെ തട്ടിക്കൊടുത്തു. ഇനിയും ഇവളിതുപോലെ എന്തെങ്കിലും കാണിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് മുത്തശ്ശി. ഈ പ്രാവശ്യം രക്ഷപ്പെട്ടെന്ന് കരുതി അടുത്ത പ്രാവശ്യം അങ്ങനെ ആകണമെന്നില്ലല്ലോ. അഗ്നിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സഞ്ജു മുത്തശ്ശിയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ എന്ത് വേണം സഞ്ജു, നീ വളച്ചു ചുറ്റാതെ കാര്യം പറ. മുത്തശ്ശി ഗൗരവത്തോടെ ചോദിച്ചു കേട്ടും സഞ്ജുവിന്റെ മുഖം ഒന്ന് വിടർന്നു. അവൻ അച്ചുവിനെ കൊണ്ട് അവിടെ അടുത്തായി സീറ്റിൽ വന്നിരുന്നു. എന്തായാലും അഗ്നിക്കൊരു വിവാഹം വേണമല്ലോ മുത്തശ്ശി, അല്ലാതെ ഒറ്റത്തടി ജീവിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി ഇല്ലാതെ ആയാൽ അവൻ ആരെങ്കിലും വേണ്ട കൂട്ടിന്. സഞ്ജു പറയുന്ന കേട്ട് മുത്തശ്ശി അമർത്തി മൂളി. അതാ ഞാൻ പറഞ്ഞത്, അഗ്നിയുടെയും അച്ചുവിൻ്റെയും വിവാഹം നടത്താം മുത്തശ്ശി. കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി, അവളുടെ ജീവനോർത്ത് എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. സഞ്ജു സങ്കടത്തോടെ മുഖം ഒന്ന് അമർത്തി തുടച്ചു. സഞ്ജു പറഞ്ഞതെല്ലാം കേട്ടല്ലോ അഗ്നി, അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? മുത്തശ്ശി കൈകൾ കെട്ടി അഗ്നിക്ക് നേരെ തിരിഞ്ഞു. അവൻ ഗൗരവത്തോടെ എല്ലാരെയും നോക്കിയിരിക്കുന്നുണ്ട്. അവന്റെ മറുപടി കേൾക്കാൻ കാതോർത്ത് നിൽക്കുമ്പോൾ സാരിക്കുള്ളിൽ കിടക്കുന്ന അഗ്നി കെട്ടി തലയിൽ മുറക്കെ പിടിച്ചു ഭൂമി. എനിക്ക് വിവാഹം, കുട്ടികൾ ഇതിനോടൊന്നും താല്പര്യമില്ല മുത്തശ്ശി. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അഗ്നി അലസമായി പറഞ്ഞു കേട്ടും ഭൂമി ഒരു ദീർഘശ്വാസം എടുത്തുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങല് പോലെ. അപ്പം തന്നെയും ഇനി വേണ്ടായിരിക്കും, അവൾ അങ്ങനെ ചിന്തിച്ചു പോയി. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാകില്ല അഗ്നി. ഇന്ന് എനിക്ക് നിന്റെ ഒരു മറുപടി അറിഞ്ഞേ പറ്റൂ. അതെനിക്കും കൂടി ബോധ്യപ്പെട്ടതാവണം. മുത്തശ്ശി ഗൗരവത്തിൽ പറയുമ്പോൾ സഞ്ജുവിൻ്റെയും അച്ചുവിൻ്റെയും മുഖം ഒന്ന് വിടർന്നു. അച്ചു ഇങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശി തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അവർ കണക്ക് കൂട്ടി. അഗ്നി മറുപടി പറയാൻ താമസിക്കുന്ന ഓരോ നിമിഷവും തീയിൽ ചവിട്ടിയതുപോലെയായിരുന്നു ഭൂമി നിന്നിരുന്നത്. സമ്മതിക്കഗ്നിയേട്ടാ, ഭാര്യയുടെ അവകാശം പറഞ്ഞു ഞാൻ അഗ്നിയെ വിഷമിപ്പിക്കാൻ വരില്ല. എനിക്ക് അഗ്നിയുടെ താലി വേണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. അച്ചു നിറഞ്ഞ കണ്ണോടെ പറയുമ്പോൾ ഭൂമി എന്ന് ഏങ്ങിപ്പോയി. എങ്കിലും അത് പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ സാരിത്തുമ്പ് വെച്ച് വാ പൊതിഞ്ഞു പിടിച്ചു. വേണ്ട, തനിക്ക് വേണ്ട, ആരെങ്കിലും എടുത്തോട്ടെ. എന്നെ മറന്നതല്ലേ, ഞാനും മറന്നേക്കാം. ഭൂമി ചുമരിൽ ചാരി നിന്നുകൊണ്ട് മനസ്സിലോർത്തു. എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്നുള്ള ജോലി തീർത്തിട്ട് ചിത്രയുടെ അടുത്തേക്ക് പോകാൻ തിരക്ക് കൂട്ടിയവൾ. സഞ്ജു, അഗ്നി ഗൗരവത്തിൽ വിളിച്ച കേട്ടും എന്തെന്നതുപോലെ സഞ്ജു അവനെ നോക്കി. ഒരു രണ്ടാം കെട്ടുകാരനെ തന്നെ വേണോ അനിയത്തിക്ക് ഭർത്താവായി? എന്തൊക്കെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാലും ഭൂമിയെ ഞാൻ കല്യാണം കഴിച്ചതാണോ ഒരിക്കൽ? അതെനിക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ. അഗ്നി പറഞ്ഞു കേട്ടും ഭൂമി എന്ന് ഞെട്ടി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സഞ്ജു. എങ്കിലും തൻ്റെ മുഖത്തെ ദേഷ്യം പുറത്ത് കാണിക്കാതെ സഞ്ജു അഗ്നിയുടെ അരികിലേക്ക് വന്നവൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. എനിക്കറിയാം അഗ്നി, നിന്റെ ഒപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നതല്ലേ ഞാൻ. ഭൂമി നീ കല്യാണം കഴിച്ചത് എന്നത് സത്യം തന്നെയാണ്. അവളോട് നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിരുന്നുവെങ്കിൽ ഞാൻ അച്ചുവുമായിട്ടുള്ള കല്യാണത്തിന് നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല എന്ന് 100% വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അനിയത്തിക്ക് എന്തുകൊണ്ടും നീ തന്നെ മതിയെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. നീ ഇങ്ങനെ ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ്. സഞ്ജു പറഞ്ഞു കേട്ട് അഗ്നി ഒരു ദീർഘശ്വാസം എടുത്തു. ഭൂമി, അഗ്നി പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചതും ഞെട്ടലോടെ നിന്നവൾ പിന്നെ വേഗം സിങ്കിനരികിലേക്ക് കൂടി പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്തൊഴിച്ചു. പിന്നെ ധൃതിയിൽ സാരിത്തുമ്പ് കൊണ്ട് മുഖം അമർത്തി തുളച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഇത്രയും നേരം കരഞ്ഞിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ മുഖം ഇപ്പോൾ വീങ്ങുമെന്നിരിക്കുന്നുണ്ടാകുമെന്ന് കാണാതെ തന്നെ അവൾക്കറിയാം. ഇത്തിരി കരഞ്ഞാൽ തന്നെ ഭൂമിയുടെ മുഖം കയറി ചുവക്കുന്നത് പതിവാണ്. സാർ, ഭൂമി പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ അഗ്നി അവളെ ഒന്ന് നോക്കി.
അത് കണ്ടതും വേഗം തല കുനിച്ചു നിന്നവൾ, നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ ഭൂമിക്ക് ഓർമ്മയുണ്ടല്ലോ? ഗൗരവത്തോടെ അഗ്നി ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവളൊന്ന് തല ചലിപ്പിച്ചു. അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറൊക്കെ കത്തിച്ച് കളഞ്ഞെങ്കിലും നിയമപരമായി ഭൂമി ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. അങ്ങനെയല്ലേ സഞ്ജു? ഭൂമിയെന്ന് നോക്കിക്കൊണ്ട് അഗ്നി സഞ്ജുവിന് നേരെ തിരിഞ്ഞതും അവനൊരു ഞെട്ടലോടെ നിന്ന് പിന്നെ യാന്ത്രികമായി എന്ന് തലകുലുക്കി. അപ്പം ഭൂമിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാതെ ഞാനങ്ങനെ അച്ചുവിനെ വിവാഹം കഴിക്കും? അഗ്നി പറഞ്ഞു കേട്ടതും ഭൂമി പതിയെന്ന് പുഞ്ചിരിച്ചു. മതിയായില്ല, ദൈവത്തിന് തന്നെ പരിശു മതിയായില്ല. ഇനിയിപ്പോൾ അഗ്നിയുടെ ഭാര്യസ്ഥാനം കൂടി ഒഴിഞ്ഞു കൊടുക്കണമായിരിക്കും. കൊടുക്കാം. നിറയാൻ തുടങ്ങിയ തൻ്റെ കണ്ണുകളെ ശാസിച്ചുകൊണ്ട് ഭൂമി മുഖം കുനിച്ചു നിന്നും. ഞാൻ നിങ്ങളുടെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ വേഗം ചെയ്യാം അഗ്നി. അത് കഴിഞ്ഞ് മതി അച്ചുവുമായുള്ള കല്യാണം. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ അധികം പൊല്ലാപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് കിട്ടും, സഞ്ജീവ് വെപ്രാളത്തോടെ പറഞ്ഞു. അത് കേട്ടതും മുഖം ഉയർത്താൻ നിന്നതേയുള്ളൂ ഭൂമി. ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടെ തീരുമാനിക്കട്ടെ എന്ന രീതിയിലായിരുന്നു അവളെ നിൽപ്പും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ സഞ്ജു. തൻ്റെ നെറ്റിക്ക് സൈഡിലൊന്ന് വിരൽ കൊണ്ട് അമർത്തി അഗ്നി പറയുമ്പോൾ സഞ്ജു അവനെ ദേഷ്യത്തോടെ നോക്കി. ദേ ഈ നിൽക്കുന്ന ഭൂമി, അവൾ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യില്ല അല്ലെ ഭൂമി? ഇടയിൽ ഭൂമിക്ക് നേരെ അഗ്നി തിരിഞ്ഞുകൊണ്ട് ചോദിച്ച കേട്ടതും അവൾ ഞെട്ടലോടെ ഒന്ന് മുഖമുയർത്തി. അതെന്താ, നീ എന്തൊക്കെ അഗ്നിയെ പറയുന്നത്? സഞ്ജുവിന് വല്ലാത്തൊരു പരവേശം തോന്നിയിരുന്നു. അത് മച്ചുവിനെ കുറിച്ചോർത്ത്. ഈ നിൽക്കുന്ന ഭൂമിക്ക് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഇവൾക്കത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഭൂമിയുടെ കഴുത്തിലായിട്ട് ഇറങ്ങിക്കിടന്ന അഗ്നികെട്ടി താലിയവൻ വലിച്ചു പുറത്തിട്ടുകൊണ്ട് പറഞ്ഞു കേട്ടതും ഭൂമി വിറങ്ങലിച്ച് നിന്നുപോയി. ചുറ്റുമുണ്ടായിരുന്നവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല പൊതിഞ്ഞു പിടിക്കാൻ ഒരു ശ്രമം നടത്തി. എങ്കിലും അഗ്നിയുടെ നോട്ടത്തിൽ അത് സാധിക്കാതെ അവളുടെ കൈകൾ താഴ്ന്നുപോയി. ഭൂമി, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നീ എന്താ ഇത് ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതിനുള്ള മറുപടി നീ തന്നെ പറയണം. സഞ്ജുവിന് അവളോട് വല്ലാത്ത അമർഷം തോന്നുന്നുണ്ടായിരുന്നു. കൂടെ അവൾക്ക് അഗ്നി ഇഷ്ടമാണോ എന്നൊരു പേടിയും. ഈ നിൽക്കുന്ന ഭൂമിക്ക് എന്നോട് ഭയങ്കര പ്രണയമാണ് സഞ്ജു. അതല്ലേ ഞാൻ കെട്ടിക്കിടത്ത താലി കഴുത്തിൽ നിന്ന് ഊരാതെ ഇട്ടേക്കുന്നത് അല്ല ഭൂമി? അഗ്നി പറഞ്ഞു കേട്ടതും മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു പോയി. അവർ ഭൂമിയെ തന്നെ നോക്കി നിന്നും. ആ സമയം എല്ലാം വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു ഭൂമി. അവൾ ഉമ്മനിറക്കിക്കൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഗൗരവത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാർ, ഞാൻ ഭൂമി എന്തോ പറയാമെന്നതും അഗ്നി അതിന് സമ്മതിക്കാതെ കൈവച്ച് തടഞ്ഞിരുന്നു. ചിത്രയെല്ലാം പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. ഇതുപോലെ സഞ്ജു കല്യാണത്തിന് നിർബന്ധം പിടിച്ചാൽ ഇങ്ങനെ ചെയ്തോളാൻ. താങ്ക്സ് ഭൂമി, എന്നെ സഹായിക്കാൻ താൻ ഇനിയൊരു സാഹസം കാണിച്ചതിന്. ഒരു രഹസ്യം പോലെ അടക്കിയ ശബ്ദത്തിൽ അഗ്നി പറയുമ്പോൾ മനസ്സിലാവാതെ അവനെ നോക്കി നിന്നവൾ. കൂടെ ചിത്ര ഇനി എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഒരാകാംക്ഷയും. എന്തൊക്കെ അഗ്നി നീ പറയുന്നത്? സഞ്ജു കേട്ട കാര്യത്തിന് ഞെട്ടിൽ അവനെ നോക്കി ശബ്ദമുയർത്തി. നീ കേട്ടത് എന്താണോ അത് തന്നെയാണ് സഞ്ജു ഞാൻ പറഞ്ഞത്. ഇതിലെന്താ ഇത്ര ഞെട്ടൽ? പറഞ്ഞു വന്നത് ഭൂമിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളങ്ങ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ്. മുത്തശ്ശിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഞെട്ടി നിൽക്കുന്ന മുത്തശ്ശിയുടെ അരികിൽ ചെന്ന് ഒന്ന് കണ്ണിറുക്കി കുസൃതിയോടെ അവൻ ചോദിച്ചതും മുത്തശ്ശി അവനെ നോക്കിയെന്ന് കണ്ണൊട്ടി ഭൂമിയെ കാണിച്ചു കൊടുത്തു. ആളാണെങ്കിൽ എല്ലാം കേട്ടതിൻ്റെ ഞെട്ടിൽ നിൽക്കുവാണ്. ചിത്ര, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പോഴേക്കും അഗ്നി ഫോണെടുത്ത് ചിത്രയെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും ചിത്ര അവിടേക്ക് കയറി വന്നു. അവളെ കണ്ടതും ഭൂമിന്ന് ഉമ്മിനിറക്കി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ അവൾ പറയാൻ പോകുന്നെന്ന് അവൾ ആലോചിച്ചത്. സാർ, ഭൂമിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ചിത്ര അച്ചുവിനെ രൂക്ഷമായി നോക്കി. ആ ചിത്ര, ഇവർക്ക് ഞാൻ പറഞ്ഞത് അത്ര വിശ്വാസമായിട്ടില്ല. താനൊന്ന് പറഞ്ഞു കൊടുക്ക് ഭൂമിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അഗ്നി ചിത്രയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും ഭൂമിയുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി. അവൾ വേണ്ടുന്നത് പോലെ തല കുലുക്കുന്നുണ്ട്. പക്ഷെ ഇത് ശ്രദ്ധിക്കാതെ ചിത്ര നേരെ നിന്നു. ഇതിലിപ്പോൾ പറയാൻ മാത്രം എന്താ ഉള്ളത് സാർ? ഭൂമി സാറിൻ്റെ ഭാര്യയല്ലേ? അവളാണെങ്കിൽ സാറിന് ഓർമ്മയില്ലെന്നും പറഞ്ഞ് സാർ കെട്ടി താലിയും പിടിച്ച് ഏത് നേരം കരച്ചിൽ തന്നെ. അതെഴുന്ന് തന്നെ മനസ്സിലാക്കില്ലേ അവൾക്ക് സാറിനോടുള്ള ഇഷ്ടം? ചിത്ര പറഞ്ഞു നിർത്തിയതും കണ്ണുകൾ മൂർക്കി അടിച്ചു പോയി ഭൂമി. അവൾക്ക് അഗ്നി തല ഉയർത്തി നോക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. എന്ത് ഭാര്യ അഗ്നേട്ടാ? നിങ്ങൾക്കൊരു വിവാഹ ജീവിതം താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ കണ്ടെത്തി തന്നല്ലേ ഈ നിൽക്കുന്ന ഭൂമിയെ? അതുപോലും കോൺട്രാക്ട് മാരേജിന് വേണ്ടി. എന്നിട്ടിപ്പോൾ അവൾ പണം കണ്ടപ്പോൾ സ്നേഹമാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അഗ്നിയാണ് ആക്സിഡൻ്റായി ഹോസ്പിറ്റലുണ്ടായിരുന്നപ്പോൾ ഇവൾ നിങ്ങളെ കളഞ്ഞിട്ട് പോകുമായിരുന്നോ? കൂടെ നിൽക്കില്ലായിരുന്നോ? അച്ഛനെല്ലാം കൂടെ കേട്ടിട്ട് പെരുത്ത് വരുന്നുണ്ടായിരുന്നു. തനിക്ക് അഗ്നിയെ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് ഭൂമിയോട് വല്ലാത്ത അമർഷം തോന്നി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ ഓർമ്മ നഷ്ടപ്പെട്ട സാറിൻ്റെ മുൻപിൽ ഇഷ്ടം പറഞ്ഞു നിൽക്കാൻ അവൾക്ക് ധൈര്യം പോരായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് പണത്തിന് വേണ്ടി ആകുമെന്ന് നിങ്ങളെല്ലാവരും വരുത്തി തീർക്കില്ലേ? അച്ഛനെ സംസാരം ഇഷ്ടപ്പെടാതെ ചിത്ര അവളെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി. എല്ലാം കിടിച്ചുമരിൽ ചാരുന്നു പോയി ഭൂമി. അവൾക്ക് മാത്രമല്ലേ ഇഷ്ടമുള്ളൂ. അഗ്നിയുടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
എന്തോ ഓർത്തതുപോലെ അച്ചുവിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അത് കേട്ടതും അഗ്നി ഒന്ന് ചിരിച്ചു. അതിന് എനിക്ക് ഭൂമി ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു അച്ചു. അഗ്നി ചോദിച്ചു കേട്ടതും ഭൂമി ഞെട്ടലോടെ മുഖമുയർത്തി അവനെ തന്നെ നോക്കി നിന്നു. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ തേടി ഇങ്ങോട്ട് വന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അഗ്നി കൈകൾ കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു കേട്ടും അച്ചു ഒന്ന് വിരുമ്പിപ്പോയി. സഞ്ജു ഏട്ടാ. അവസാന ആശ്രയം പോലെ അച്ചു സഞ്ജുവിനെ തോളിലേക്കൊന്ന് ചാഞ്ഞു. അത് കണ്ടും സഞ്ജു അമർഷത്തോടെ അഗ്നിന്ന് നോക്കി. അവൻ കൂസൽ ഏതുമില്ലാതെ നിൽക്കുകയാണ്. വാച്ചു മതി സംസാരിച്ചത്. ഇനിയും ഇങ്ങനെ അവൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല നിനക്ക്. തൻ്റെ പെങ്ങൾ എല്ലാവരുടെയും മുൻപിൽ ചെറുതാകുന്നത് പോലെ തോന്നിയത് കണ്ട് സഞ്ജു അല്പം ദേഷ്യത്തിൽ തന്നെ അച്ചുവിനെ കണ്ട് റൂമിലേക്ക് കയറി. എന്താ കുട്ടി ഇതൊക്കെ? എന്തിനെങ്ങനെയൊക്കെ? അവർ പോയിന്ന് കണ്ടത് മുത്തശ്ശി അഗ്നിയെ നോക്കിയൊന്ന് കണ്ണൊട്ടി. ഞാനിപ്പോൾ ഇങ്ങനെ പെരുമാറില്ലായിരുന്നുവെങ്കിൽ സഞ്ജു എങ്ങനെയെങ്കിലും അച്ചുവിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കും മുത്തശ്ശി. അതിനുവേണ്ടി ചിലപ്പോൾ അവൾ ഒന്നുകൂടെ കൈ മുറിക്കാൻ റെഡിയാകും. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ ഭൂമി? അഗ്നി മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ആലോചനയിൽ നിൽക്കുന്ന ഭൂമിക്ക് നിരയൊന്ന് തിരിഞ്ഞു. അത് കേട്ടും ഭൂമി അവനെ മനസ്സിലാവാതെ നോക്കി നിന്നു. അല്ല, ഈ താലി ഇത് തൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? അഗ്നിയുടെ സംശയത്തോടെ ഭൂമിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി. അത് പിന്നെ ഇങ്ങോട്ട് വന്ന സമയം ഭൂമിയുടെ കയ്യിൽ അധികം ഒന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഇവിടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണത് പണയത്തിൽ നിന്നും എടുത്തത്. ഭൂമി വിളറി നിൽക്കുന്ന കണ്ടും ചിത്ര വേഗം തന്നെ ചാടിക്കയറി പറഞ്ഞു. വന്നേ ഭൂമി, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോഴും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാതെ നിന്ന ഭൂമിയെ വലിച്ചുകൊണ്ട് ചിത്ര പുറത്തേക്ക് നടന്നു. ഭൂമി. സെറ്റിൽ തലയ്ക്ക് കൈ താങ്ങിയിരിക്കുന്ന ഭൂമിയുടെ അരികിൽ പോയി ചിത്ര പതിയെ വിളിച്ചു. അത് കേട്ടതും ചുവന്ന് നിറഞ്ഞ കണ്ണുകളുടെ ഭൂമി മുഖമുയർത്തിന്ന് നോക്കി. അവളുടെ അങ്ങനെയുള്ള ഭാവം കണ്ടതും ചിത്രയ്ക്ക് സങ്കടം തോന്നി. നീ ഇങ്ങനെ കരയാതെ ഭൂമി. ഞാനപ്പോൾ തോന്നിയൊരു ബുദ്ധി അങ്ങേർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അല്ലായിരുന്നെങ്കിൽ ആ സഞ്ജുവിൻ്റെയും അച്ചുവിൻ്റെയും നാടകത്തിൽ നിന്റെ കെട്ടിയൊരു മൂക്കും കുത്തി വീണനെ. അതാ ഞാൻ. ചിത്ര വിഷമത്തോടെ പറഞ്ഞു കേട്ടതും ഭൂമി ഒരു ദീർഘശ്വാസം എടുത്തു. എന്നാലും ഇന്ന് ധ്രുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് സത്യമായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി ചിത്രേ. പക്ഷേ ഭൂമി മുഖം പൊത്തിയൊന്ന് ഏങ്ങിപ്പോയി. നിങ്ങനെ ഉള്ളിലെല്ലാം മോദിക്ക് വെക്കാതെ ഭൂമി സാറിനോടെല്ലാം പറ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും ആളത് മറന്നു പോയതാണെന്നും സാറിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിത്ര പറഞ്ഞു കേട്ടതും ഭൂമി വീലങ്ങനെ തലയാട്ടി. അത് കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പം താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂമിക്ക് കുറച്ചുകൂടി സങ്കടമാകുമെന്ന് കരുതി ചിത്ര മൗനം പാലിച്ചു. ഭൂമി ഓരോന്നും പറഞ്ഞ് സെറ്റിയിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്താ അഗ്നി ഇത്? സഞ്ജു ഒരു സംശയത്തോടെ തന്നെ ഫോൺ അഗ്നിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു. അഗ്നി അതിലേക്ക് അലസമായെന്ന് നോക്കി. പിന്നെ അവനെയും. അത് കണ്ടിട്ട് സഞ്ജുവിന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി, അതാണ് ചോദിച്ചത്. എന്താ ഇത്ര പെട്ടെന്ന്? സഞ്ജു അമർഷത്തോടെ പറഞ്ഞു കേട്ടും തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭൂമി പെട്ടെന്ന് അവരെ തിരിഞ്ഞു നോക്കി. എന്താ കാണുമെന്നറിയാതെ. അച്ചുവിന് ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല സഞ്ജു. കോട നിന്റെ കാര്യം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന മുത്തശ്ശിയെയും കൊണ്ടുപോകണം. എനിക്കിപ്പോൾ എന്തായാലും മുത്തശ്ശിയെയും കൊണ്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അഗ്നി ഒരു കൂസലമില്ലാതെ പറഞ്ഞു കേട്ടതും പല്ല് കടിച്ചുകൊണ്ട് സഞ്ജു അവന് നേരെയിരുന്നു. അവരെ രണ്ടുപേരെയും മണ്ടന്മാരാക്കാം. പക്ഷെ എന്നെ അതിന് കിട്ടില്ല അഗ്നി. ഇരിക്കുന്നവളോട് നിനക്കൊരു ചുക്കുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അച്ചുവിനെ നിനക്ക് വേണ്ടി ആലോചിച്ചപ്പോൾ അത് മുടക്കാൻ നീ കണ്ടുപിടിച്ച കാരണം മാത്രമാണ് ഇവൾ. സഞ്ജു പറഞ്ഞു കേട്ടതും അതാണല്ലോ സത്യമെന്ന് കരുതി ഭൂമി നിറഞ്ഞ കണ്ണോടെ തല താഴ്ത്തിയിരുന്നു. എന്നെക്കുറിച്ച് വേറെന്തൊക്കെ അറിയാം നിനക്ക്? അഗ്നി ഒരു പുച്ഛത്തോടെ സഞ്ജുവിനെ നോക്കി. അത് കണ്ടും അവൻ അടിമുടി ഒന്ന് പെരുത്തു കയറി. അഗ്നി, നിനക്ക് എന്തിനാ ഇവിടെ? വെറും പണത്തിന് വേണ്ടി മാത്രം നിന്റെ ആയതാണിവൾ. നാളെ ഒരു പക്ഷേ കൂടുതൽ പണം വേറെ ആരെങ്കിലും കൊടുക്കുമെന്ന് വന്നാൽ അവരുടെ ഒപ്പം പോകാനും ഇവൾ മടിക്കില്ല. ഭൂമി അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ട് സഞ്ജു പറഞ്ഞു കേട്ടതും അഗ്നിയുടെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി. അപ്പം നിന്റെ പെങ്ങളും അങ്ങനെയാകുമോ സഞ്ജു? എനിക്ക് പണമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവളും എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞു നിൽക്കുന്നത്. എന്നെക്കാൾ കൂടുതൽ പണമുള്ള വേറെ ഒരാളെ കാണുമ്പോൾ അങ്ങോട്ട് ചായനും മതി. ടാ. അഗ്നി പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ സഞ്ജു ചെറിൽ നിന്നും ചാടി എഴുന്നേറ്റ് അഗ്നിയുടെ കുത്തിനെ പിടിക്കാൻ വന്നതും പേടിയുടെ ഭൂമി എഴുന്നേറ്റ് പോയി. പക്ഷെ നിമിഷം നേരം കൊണ്ട് തന്നിലേക്ക് നീണ്ട സഞ്ജുവിൻ്റെ കൈകൾ അഗ്നി തട്ടി മാറ്റിക്കൊണ്ട് അവനെ പിന്നിലേക്കൊന്ന് തള്ളി. വേണ്ട സഞ്ജു, കയ്യാങ്കളിയൊന്നും വേണ്ട. എൻ്റെ മുൻപിൽ ജയിക്കാനും നിനക്ക് പറ്റില്ല. അത്യധികം ദേഷ്യത്തോടെ അഗ്നി പറഞ്ഞു കേട്ടതും സഞ്ജു അവിടെ തന്നെ നിന്നുപോയി. എങ്കിലും അച്ചുവിനെ കുറിച്ച് അവൻ പറഞ്ഞതിൻ്റെ ദേഷ്യം ഇപ്പോഴും സഞ്ജുവിൻ്റെ മുഖത്തുണ്ട്. നിന്റെ പെങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ? അതുപോലെ തന്നെയാണ് സഞ്ജു എല്ലാവർക്കും, പ്രത്യേകിച്ച് ഭൂമിക്ക്. അവളുടെ ഗതികേട് കൊണ്ടായിരിക്കും എൻ്റെ കോൺട്രാക്ട് വൈഫായി കുറച്ചു കാലം കഴിയേണ്ടി വന്നത്. അതിന് അവളിങ്ങനെ തരം താഴ്ത്തി സംസാരിക്കേണ്ട കാര്യമില്ല. നിന്റെ വയലിൽ നിന്ന് ഇനി ഇതുപോലെ ഒന്നും ഉണ്ടായാൽ. സഞ്ജുവിന് നേരെ അമർഷത്തോടെ അഗ്നി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഭൂമി അവനെ അത്ഭുതത്തോടെ നോക്കിപ്പോയി. അങ്ങനെയല്ല അഗ്നി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ സോറി. അവനെ പിണക്കുന്നത് ശരിയില്ലെന്നോർത്തതും സഞ്ജു വേഗം തന്നെ പറഞ്ഞു. അത് കേട്ടിട്ടും അഗ്നിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഓക്കെ, കഴിഞ്ഞതൊക്കെ കള. നിനക്കിപ്പോൾ എന്താവശ്യം? നിന്റെ ഫിസിക്കൽ നീഡിന് വേണ്ടി ഒരു പെൺകുട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ
ഇവളെ കളഞ്ഞേക്ക് അഗ്നി, ഞാൻ കൊണ്ടുവരാം. ആരാണെന്ന് വെച്ചാൽ. സഞ്ജു പറഞ്ഞു കേട്ടും ഭൂമി ഞെട്ടലോടെ അവനെ നോക്കി. നിനക്ക് തോന്നുന്നത് പോലെയൊക്കെ ജീവിക്കാം, പക്ഷേ ഇവൾ വേണ്ട അഗ്നി. അച്ചുവിനെ നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. സഞ്ജു അപേക്ഷയോടെ പറഞ്ഞു കേട്ടും അഗ്നി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ആരെയെന്ന് വെച്ചാൽ കൊണ്ടുവാ. മുത്തശ്ശിയും അച്ചുവിനെയും നാട്ടിൽ വിട്ടതിന് ശേഷം മാത്രം മതി. അഗ്നി പറഞ്ഞു കേട്ടും തൻ്റെ ചെവി കൊട്ടിയടിച്ചതുപോലെ തോന്നിപ്പോയി ഭൂമിക്ക്. സഞ്ജുവിനാണെങ്കിൽ താൻ വിചാരിച്ച കാര്യം നടന്ന സന്തോഷവും. അവൻ പുച്ഛത്തോടെ ഭൂമിയെ നോക്കാനും മറന്നില്ല. കണ്ണു നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് തന്നെ തല ഉയർത്തി നോക്കാതെ അവൾ ആ ഇരിപ്പ് അങ്ങനെ ഇരുന്ന് പോയി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് അഗ്നി, അവിടേക്ക് പൊക്കോന്നി, ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കാം. സഞ്ജു വളരെ ആവശ്യത്തോടെ പറഞ്ഞു കേട്ടും അഗ്നി വേണ്ടുന്നതുപോലെ തല കുലുക്കി. അത് നോക്കിയിരുന്ന സഞ്ജുവിൻ്റെ മുഖത്തൊരു സംശയം നിറഞ്ഞു. ഞാൻ അത്രയൊന്നും മുട്ടി നിൽക്കുന്നില്ല സഞ്ജു, നീ അവരെ എന്തായാലും വീട്ടിലാക്കിയേക്ക്, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. നാളത്തേക്കല്ലേ നീ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ രാത്രി നിന്റെ ഫ്ലാറ്റിൽ ആൾ വന്നോളും. അത് കഴിഞ്ഞാൽ ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേക്കണം അഗ്നി. എപ്പോഴാണ് ഇവരെപ്പോലുള്ളവർ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നിന്നെ ജീവനത്തിലും സ്നേഹിച്ചിരുന്നെങ്കിൽ തിരിച്ചും നിനക്കും ഇവിടെ ഇഷ്ടമായിരുന്നെന്നൊക്കെ പറഞ്ഞു പരതും. കഴിഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ പറ്റിക്കാൻ ഇവൾക്ക് എളുപ്പമായിരിക്കും. സഞ്ജു പറഞ്ഞു കേട്ടതും സായെടുത്തുമ്പ് എടുത്ത് തൻ്റെ വാ പൊത്തിക്കൊണ്ട് ഭൂമി തൻ്റെ കർശൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഞാൻ എന്നപ്പോൾ എല്ലാ കാര്യം റെഡിയാക്കാം. സഞ്ജു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും സാരെടുത്തുമ്പ് വെച്ച് മുഖമെല്ലാം അമർത്തി തുടച്ചു കളഞ്ഞവൾ, താൻ പേടിക്കേണ്ട ഭൂമി. അഗ്നി ഇങ്ങനെ പറഞ്ഞു കേട്ടതും ഭൂമി അവനെ പ്രതീക്ഷയോടെ നോക്കി. അവൻ പറയുന്നത് പോലെ തന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നില്ല. ഭൂമിക്ക് എത്ര നാൾ ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടോ അത്രയും നാൾ ഇവിടെ നിൽക്കാം. പിന്നെ താൻ അവൻ പറഞ്ഞതുപോലെ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട. അഗ്നി പറഞ്ഞു കേട്ടതും ഒന്ന് ചിരിച്ചെങ്കിലും അവളുടെ ഉള്ളു വല്ലാതെ നീറി തുടങ്ങിയിരുന്നു. നാളെ അഗ്നിയുടെ ശരീരം തേടി മറ്റൊരാൾ വരുന്നത് ഓർത്തതും അവൾ ദേഹം ഒന്ന് തളർന്നു. സാർ, എനിക്ക് ഭൂമി ഇടറിപ്പോയ തൻ്റെ ശബ്ദം നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഗ്നി എന്തെന്നതുപോലെ അവളെ നോക്കി. എനിക്ക് ലീവ്, ഇരിക്കാൻ വയ്യ, എനിക്ക് വല്ലാത്ത തലവേദന. ഭൂമി നെറ്റിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവനൊന്ന് മൂളി. അത് കണ്ടതും പിന്നെ വേറൊന്നും പറയാൻ നിൽക്കാതെ അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് എത്രയും വേഗം ഫ്ലാറ്റിലെത്തിയാൽ മതിയെന്നായിരുന്നു. തൻ്റെ ക്യാബിൽ നിന്നിറങ്ങി പോകുന്ന ഭൂമിയെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് അഗ്നി തൻ്റെ ചേറിൽ ചാഞ്ഞിരുന്നു.